ആദ്യ വചനങ്ങൾ തന്നെ എന്താണ്? ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത്കാരണം വിശ്വരൂപം, ത്വമേകം ജഗത്കർത്തൃപാതൃപ്രകർത്തൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. അവിടെ ഏകം, അഡോണായ എലോഹിം അഡോണായ. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹ് ഏകനാണ്, പങ്കുകാരില്ലാത്തവനാണ്, ആശ്രയമില്ലാത്തവനാണ്, ലോകത്തിന്റെ തമ്പുരാനാണ്, അതീശാധികാരിയാണ്, ലോകനായകനാണ്, ലോകത്തിന്റെ സൃഷ്ടാവാണ്, അധിപതിയാണ്. എവിടെ പറയുന്നത്? കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നതൊന്നും ദൈവമല്ല. നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാരോ അവനാണ് സാക്ഷാൽ പടച്ച തമ്പുരാൻ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പാലക്കാട് വെച്ചൊരു സമ്മേളനം. ഹൈന്ദവരായ ഒരുപാട് ആളുകൾ, പ്രതിനിധികൾ, ബിജെപിയുടെ അടക്കമുള്ള വളരെ പ്രഗത്ഭരായ പലരും പങ്കെടുത്തു. അതില് നമ്മുടെ ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു. ആ ലഘുലേഖയിൽ ദൈവേതരരെ, അതായത് സാക്ഷാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് പകരം, ലോകത്തിന്റെ സൃഷ്ടാവിന് പകരം സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പോകും. ബിംബാരാധന നടത്തിയാൽ, പിതൃമാനവാദികളെ ആരാധിച്ചാൽ നരകത്ത് പോകുന്ന ഒരു വാചകമുണ്ട്. അത് വായിച്ചിട്ട് ബിജെപിയുടെ പ്രാസംഗികൻ വളരെ വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വേദനിക്കില്ലേ ഈ ഒരു വാചകം? ഞങ്ങൾ ബിംബാരാധന നടത്തി നരകത്തിലാണ് എന്ന വാചകം ഞങ്ങൾക്ക് വേദനിക്കില്ലേ? ഞാൻ മനോഹരമായ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ആ വാചകത്തിന്റെ തൊട്ട് മീതെ ഒരു വേദഗ്രന്ഥത്തിന്റെ സൂക്തമുണ്ട്, അതിന്റെ പരിഭാഷയാണത്. ആ പരിഭാഷയ്ക്ക് വല്ല തെറ്റുമുണ്ടോ സർ? ആ വേദവാക്കെന്താണ്? ആ വാക്ക് ഞങ്ങളുടേതല്ല, ഞങ്ങളുടേതല്ല. അതെവിടെയുള്ളതാണ്? അത് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. അന്തം തമഹ പ്രതിശന്തിയെ സമ്പുത്യമുപസതേ തദോഭൂയ ഇവദേ യഹുസമ്പുത്യാം രദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. വേദവിചാരം എന്ന് പറഞ്ഞ്, ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞ് ഗ്രന്ഥമെഴുതി അതിലുദ്ധരിച്ചിട്ട് അത് സ്വീകരിക്കാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെ തിരുത്തേണ്ട ബാധ്യത എനിക്കില്ലേ സർ എന്ന ചോദ്യം. അദ്ദേഹം കെട്ടിപ്പിടിച്ച് വിശുദ്ധ ഖുർആന്റെ കോപ്പി വാങ്ങിയിട്ടാ തിരിച്ചു പോയത്. അന്ന് ഫുള്ളായിട്ട് തീർത്തും ഇരുന്നിട്ടാ പോയത്. എന്താ കാരണം? വേദഗ്രന്ഥം പറയുന്നത് അന്തം തമഹ പ്രവിശന്തിയെ സമ്പുത്യമുപസതേ തദോഭൂയ ഇവദേ യഹുസമ്പുത്യാം രദഹ. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ, അള്ളാഹുവിനെ, ദീദീവികനെ, വിരാട് പുരുഷനെ, ഹിരണ്യഗർഭനെ, ഇതെല്ലാം പറയുമ്പോ ഈ വാചകങ്ങളൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വാചകത്തിന്റെ സമ്പൂർണമായ ആശയത്തെ ഉൾക്കൊള്ളുന്നതാണോ? അല്ല. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യയിലെ ഒരു ഉദാഹരണം പറയാം. മൗലാന ആസാദിന്റെ കൃതിയിൽ പറയുന്ന വളരെ പ്രധാനമായ ഇൽഹാദുമായി ബന്ധപ്പെട്ട് പടച്ചവന്റെ നാമങ്ങളിൽ കൃത്രിമത്വം വരുത്താൻ നമുക്ക് പാടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അതെന്താണ്? അതായത് ഇന്ത്യയിൽ ഏത് കോണ്ടെക്സ്റ്റിൽ ഇത്തരം പദങ്ങൾ, മൗലാന ആസാദ് എടുത്തു ധരിച്ച 2 പദങ്ങളിൽ ഒന്ന് ഇതുവാൻ. എന്താണ് ഇതുവാൻ? ഇതുവാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടയാത്ത കണ്ണുകളുള്ള അക്ഷികളുള്ളവനാരോ അവൻ, സദാ തുറന്നു പിടിച്ച അക്ഷിയുള്ളവനാരോ അവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഉറക്കമില്ലാത്ത, മഴക്കമില്ലാത്ത, കൺപോളകൾ അടഞ്ഞു പോകാത്ത, അങ്ങനെ ഉറക്കമോ മയക്കമോ എന്ന് പറയുന്ന മനുഷ്യസഹജമായ, ജന്തുസഹജമായ യാതൊന്നുമില്ലാത്തവൻ എന്നാണ് ഇതുവാൻ എന്ന പദത്തിന്റെ അർത്ഥം. മാത്രമല്ല, AD പുസൽക്കാർ എക്സ്കവേഷൻ നടത്തിയ മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരത്തെ എക്സ്കവേഷൻ നടത്തിയ AD പുസൽക്കാർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ വമ്പിച്ച ഒരു പഠനം. അതായത് ഈ മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരത്തിലെ ലിപിയാണ് വായിക്കപ്പെടാതെ പോയ ലിപികളിൽ ഏറ്റവും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ആളുകൾ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒന്ന്. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞത് തന്നെ ചില പദങ്ങളാണ്. എന്നിട്ട് പറയാണ്, AD പുസൽക്കാർ പറയാണ്, അവിടുത്തെ അവശിഷ്ടങ്ങൾ കിളച്ചു മറിച്ചു നിരത്തിയിട്ടും ഒരു ക്ഷേത്രത്തിലെ ബിംബമോ രൂപമോ എന്തെങ്കിലും ഒരു പിക്ചറോ ആരാധിക്കുന്ന മൃഗങ്ങളോ രൂപങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് അവർ ഏകദൈവാരാധകരായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ വൈദേശിക മതങ്ങൾ ഭാരതാംബയുടെ കണ്ണിലെ കരടാണ് എന്ന് കേസരി എഴുതി 1988. എന്നാൽ ഹിന്ദു എന്ന പദം പോലും വൈദേശികമാണ്, വിദേശികളാണെന്ന് വിളിച്ചു പോകുന്നത്. ഞാൻ പറയുന്നത്, എന്നിട്ട് പറയാണ് AD പുസൽക്കാർ പറയാണ്, മൗലാന ആസാദ് പറയാണ്, അവിടെ ബിംബാരാധനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാന്മാരുടെ ആരാധനയോ
രൂപങ്ങളോ സ്തൂപങ്ങളോ കബറുകളോ ഒന്നും അവിടെ ആരാധിക്കപ്പെട്ടില്ല എന്നത്. എന്നിട്ട് അതിലൊരു പദം പറയുന്നുണ്ട്. അത് ഏതാ പദം എന്നറിയോ? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു. വേദക്കുൺ എന്ന ശബ്ദമാണ് സംസ്കൃത. വേദക്കുൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സദാ മനുഷ്യനെ സംരക്ഷിക്കുന്നവൻ എന്നാണ്. ഇത് റബ്ബി എന്ന പദവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മനുഷ്യനെ സദാ സംരക്ഷിക്കുന്നവൻ എന്ന നാമഗുണവിശേഷങ്ങൾക്ക് അർഹനായ ഒരു ശക്തിയെ അവർ ആരാധിച്ചിരുന്നു എന്നർത്ഥം. അതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ റക്കിൽ പറയുന്നത് ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധര പൃഥിവിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ, അതാണ് ഹിരണ്യഗർഭൻ എന്ന പദത്തിന്റെ അർത്ഥം. അത് അറബിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ ആ പദത്തോട് തുല്യമായ, എന്നാൽ പൂർണ്ണമാകുമോ നമുക്കറിയില്ല. അവിടെയാണ് ഗഹനമായ പഠനങ്ങൾ. നേരെ മറിച്ച് ആധുനിക കാലഘട്ടത്തിൽ അവരെങ്ങനെ അത് ഉപയോഗിക്കുന്നു അത് വളരെ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. ഒരു ഉദാഹരണം, ഇപ്പൊ നിലവിളക്ക് കൊളുത്താൻ വരുമ്പോ സാധാരണ ചെല്ലുന്ന ഒരു പദാണെന്ത്? നാരായണ 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 നാരായണ. അതുപോലെ തന്നെ ദീപം ദീപം ദീപം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് വളരെ ഭക്തയായ സ്ത്രീകളൊക്കെ എന്റെ നാട്ടിലൊക്കെ, ഞാൻ താമസിക്കുന്ന ബാലുശ്ശേരിയിലൊക്കെ അങ്ങനെ തൊട്ടടുത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങൾ. അപ്പൊ അവിടെയൊക്കെ പ്രായം ചെന്ന സ്ത്രീകൾ പിന്നെ ഈ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നാരായണ നാരായണ നാരായണ. ഈ നാരായണ എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? നരകൃത ശുഭാശുഭഗ്രാഹിയായവൻ എന്നാണ്. അതായത് മനുഷ്യന്റെ ഹൃദയത്തിലെ ശുഭചിന്തകളും അശുഭചിന്തകളും അപ്പപ്പോൾ അറിയുന്ന തമ്പുരാൻ എന്നാണ് നാരായണ. എന്നാൽ ദേവകി നാരായണ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥാക്കണത്? അത് അവരോടൊന്ന് ചോദിക്കണം, അത് അവരോട് ചോദിക്കണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കാണ് മതം. സൗദി അറേബ്യയിലുള്ളവർക്ക് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും. അപ്പൊ ലോകർക്ക് മുഴുവനുമാണ് ഈ മതമെങ്കിൽ മാത്രമല്ല, അല്ല പറയുന്ന ഭാഷയുടെ വൈവിധ്യം അല്ലാന്റെ ദൃഷ്ടാന്താണ്. ഭാഷകളൊക്കെ സൃഷ്ടിച്ച അല്ലയാണ്. എങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയുടെ വെറുപ്പുണ്ടാകാൻ പാടുണ്ടോ? ആ ഭാഷക്കാർക്ക് തിരിയാൻ ഖുർആനിലൊരു പദം, അവരുപയോഗിച്ചൊരു പദവുമായി ഇന്ന പദമാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സലഫികൾ ചർച്ച ചെയ്ത ഇൽഹാദിന്റെ അഥവാ അല്ലാഹുവിന്റെ നാമഗുണവിശേഷങ്ങളിലെ തർക്കവും അത് മാറ്റിത്തിരുത്തലുമാകുമോ എന്ന് പഠിക്കണമെന്നുകൂടെ ബൈലക്സിലൊക്കെ വളരെ പണ്ഡിതന്മാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ചില ആളുകൾ എന്നെ വിളിച്ചു പറയാറുണ്ട്, ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ അവരെയും കൂടി ഉൾപ്പെടുത്തി വേദത്തിന്റെ മഹത്വത്തെയും മാത്രമല്ല കേരളത്തിന്റെയും സഹസ്രാബ്ദങ്ങളായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതിന്റെ കോണ്ടസ്റ്റ് എന്താണ്? ആ പദം ഉപയോഗിച്ചപ്പോ എന്താണ്? ഇപ്പൊ ഓം, സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയലെന്താ? ഓം എന്ന് പറഞ്ഞാൽ RSS ചിഹ്ന ആളുകളുടെ വിചാരം. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ന്യൂ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇങ്ങനെ കൊടുത്തിരിക്കും. സംസ്കൃത നിഘണ്ടുവിലും കൊടുത്തിരിക്കുന്നു. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് നമ്മൾ പറയുന്ന പോലെ അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതാണോ ഓം എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്? അത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ എഴുത്തിക്കാത് വളരെ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അവിടെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം, ഞാൻ വിശുദ്ധ ഖുർആനിലൂടെ ചില വചനങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്കറിയാം, അനന്ത പരകോടി ജീവജാലങ്ങളുണ്ട് ഇവിടെ. ഈ ജീവജാലങ്ങളുടെ ജനിതക കോഡുകളിൽ അതിന്റെ മുഴുവൻ പ്രോഗ്രാമും അല്ലാഹു നിക്ഷേപിച്ചിട്ടാണ് അവരെ സൃഷ്ടിക്കുന്നത്. അതായത് ഒരു ആർട്ടിസ്റ്റൻ പക്ഷിയുടെ ആ പക്ഷിയുടെ ജനിതക കോഡുകളിൽ അതിന്റെ പ്രോഗ്രാം ടോട്ടലി എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടാണ് ഇതിന് ഭൂമി ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞു. ഏതൊന്നിലും ഞാൻ പറയുന്നത്, മൂസാ നബിയോട് ഫിറോൻ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമായി, ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ചോദ്യമായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന കാര്യം എന്താണ്? ഫമൻ റബ്ബുക്കുമായ മൂസ, അല്ല മൂസ, നീ ഒരു ദൈവത്തെ എന്റെ കൊട്ടാരത്തിൽ വന്ന് പരിചയപ്പെടുത്തിയല്ലോ, ഒരു സിട്ടാവിനെ നീ എനിക്ക് പരിചയപ്പെടുത്തിയല്ലോ. ആരാ മൂസ നീ പറയുന്ന റബ്ബ്? മൂസാ നബിയുടെ മറുപടി, വിശ്വാസികളെ, അത് ഉള്ളാളം നിങ്ങളാണെന്നല്ല, മമ്പറ നിങ്ങളാണെന്നല്ല. ഇപ്പൊ മഴയുമായി ബന്ധപ്പെട്ട അശോക് അവിടെ സംസാരിച്ചല്ലോ. എന്റെ മനസ്സിൽ അപ്പൊ ഓർമ്മ വന്നെന്തറിയോ? ഖുതുബിയത്തിലെ രണ്ടു വരിയാണ്. അതെന്താ? യാ കുത്തുബ അഹിലിസ്സമായി വല്ലർളി ഹൗസഹുമാ, അല്ലയോ ആകാശലോകങ്ങളുടെ ഖുതുബും ഭൂമി ലോകത്തിലെ മുഴുവൻ ജീവവർഗങ്ങൾക്കും മഴ നൽകുന്ന മഹാനെ മൊയ്തീൻ ശൈഖേ, മഴ നൽകുന്ന, അരുവികൾ ഒഴുകുന്ന, വെള്ളം നൽകുന്ന മഹാനെ മൊയ്തീൻ ശൈഖേ. അപ്പോ മുസ്ലിം സമുദായത്തിൽ പോലും റുബൂബിയത്തിൽ പങ്കുചേർക്കുകയാണ്.
ആലോചിക്കണം നിങ്ങളെ, എത്ര അപകടകരമാണ്. 10-ാം പേജ്, ഖുതുബിയത്തിന്റെ 10-ാമത്തെ പേജ്. ഞാൻ പറയുന്നത് പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനെ കുറിച്ച് മൂസാ നബിയുടെ മറുപടി എന്താ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിക്കുകയും അതിനാവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. ഖുർആനിലെ 20-ാം അധ്യായം 49-50 വചനങ്ങളാണ്. സുഹൃത്തുക്കളെ, ഈ വചനം ഖുർആനിലുള്ളതാണ്. വേദഗ്രന്ഥത്തിലൂടെ ദൈവത്തെ പഠിക്കുക. ആളുകളുടെ വിശ്വാസം പലതുമാവാം, ആളുകളുടെ വിശ്വാസങ്ങളിൽ വൈകൃതങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഒരിക്കലും തെറ്റുപറ്റാത്ത ദൈവിക ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഖുർആൻ നയിക്കുന്നത്. ഖുർആന്റെ അവകാശവാദമാണ്. 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഗ്രന്ഥത്തെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഇനി കേട്ടോളൂ, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം. ഹീൽ മത്സ്യങ്ങൾ സർഗാസോ തടാകത്തിൽ മുട്ടയിടുന്ന ഹീൽ മത്സ്യങ്ങൾ, സഹോദരിമാരൊക്കെ ഒന്ന് മനസ്സിലായിക്കോളെ. ഖുർആനിന്റെ ഈജാസ് മനസ്സിലാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഈ ഹീൽ മത്സ്യങ്ങളുടെ പ്രത്യേകത, അത് മൈലുകൾ താണ്ടി, 1000 മൈലുകൾ താണ്ടി, 4000 മൈലുകൾ താണ്ടി ഒക്കെ അത് യാത്ര ചെയ്യും. എന്നിട്ട് അത് സർഗാസോ തടാകത്തിൽ വന്ന് മുട്ടയിടും. മുട്ടയിട്ട ഉടനെ അത് ചത്തുപോകും. എന്നിട്ട് ഈ മുട്ട വിരിഞ്ഞ് 8-9 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ അമ്മ പുറപ്പെട്ടയിടത്തേക്ക് ഒട്ടും തെറ്റാതെ കണിശമായി അത് എത്തുകയാണ്. ആരാണ് ഇതിനെ വഴി കാണിക്കുന്നത്? മൂസാ നബിയുടെ മറുപടി എത്ര പെർഫെക്റ്റ് ആണ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവവർഗങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല, അതിന് മാർഗദർശനം ചെയ്തവൻ എന്റെ നാഥൻ. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 10000 കിലോമീറ്റർ പോകുന്ന ദേശാന്തരഗമനം നടത്തുന്ന പക്ഷികൾ, ആർട്ടിക് ടേൺ. ഈ പക്ഷിയുടെ പ്രത്യേകത എന്താണ്? അത് ഈ ദേശാന്തരഗമന കാലഘട്ടത്തിൽ അതിന്റെ ജനിതക കോഡുകളിലെ പ്രോഗ്രാം അനുസരിച്ച് ലക്ഷ്യസ്ഥാനം ഒട്ടും തെറ്റാതെ കഴിഞ്ഞ സീസണിൽ വന്നിരുന്ന കൊമ്പിലെ ആ ചില്ലയിൽ കാല് വെച്ചെടുത്ത് സുബ്ഹാനല്ലാഹ് കറക്റ്റായി വന്നിരിക്കുന്നു. എന്നിട്ട് അതിന്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞാണ് പിന്നെ മുന്നിൽ പറക്കുന്നത്. അമ്മയെ പിന്നെ നയിക്കുന്നത് കുഞ്ഞാൻ. അമ്മ പുറപ്പെട്ട ദിക്കിലേക്ക് കൃത്യമായി. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഇനി അല്ലാഹുവിൽ വിശ്വസിക്കാൻ വല്ല മടിയുണ്ടോ? ബാല, സുരേന്ദ്ര, ഞാൻ തീർത്തു പറയുന്നു, സുരേന്ദ്ര, ബാല, ക്ഷേത്രവും ആചാരവും പൂജയും ഒക്കെ നിന്റെ സ്വാതന്ത്ര്യമാണ്, ഒരു വിരോധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അതുമായിട്ടാ നീ മരിക്കുന്നത് എങ്കിൽ നിന്റെ വേദപ്രകാരം നിന്റെ കാര്യം പോക്കാം. മനസ്സിലാക്കണം. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ വളരെ പ്രധാനമായ ഒരു കഥ പറഞ്ഞു കൊടുത്തു, ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. എറണാകുളത്ത് ഒരു ചർച്ചിലെ പ്രായം ചെന്നൊരു അച്ഛനുമായി എനിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു, ദാർശനികമായ ചർച്ചകൾ. അപ്പൊ ഒരിക്കലും ഞാൻ രസകരമായ അദ്ദേഹത്തോട് പറഞ്ഞു, വലിയൊരു പാതകം ചെയ്തിരിക്കുന്നല്ലോ അച്ഛോ നിങ്ങൾ. പറഞ്ഞു, ചോദിച്ചാ എന്താ മോനെ? ഒന്നില്ലേ, നിങ്ങൾ കണ്ടോ ഈ ബൈബിൾ യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ ചുവട്ടിൽ വെച്ചിരിക്കുന്നു. വമ്പിച്ച പാതകമാണ് നിങ്ങൾ ബൈബിളിനോട് ചെയ്തത്. അദ്ദേഹം ചോദിച്ചു, അതെന്താ അങ്ങനെ? അച്ഛോ, ആവർത്തന പുസ്തകം ഒന്ന് എടുക്കാമോ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം ഒന്ന് വായിക്കാമോ? അപ്പൊ അദ്ദേഹം ആവർത്തന പുസ്തകം ഏതാ വായിക്കേണ്ട ചോദിച്ചു. 17-ാമത്തെ സൂക്തം അച്ഛനൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ വായിക്കാൻ തുടങ്ങി. ഒരേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന്. ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്നെ കണ്ടില്ല. എന്നിട്ട് പറയാണ്, ദൈവം പറയാണ്, ഒരാണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. പ്രതിമയുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ആഴിയിലെ മത്സ്യങ്ങളുടെ രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ബിംബാരാധന പാടില്ല, സ്തൂപം നിർമ്മാണം പാടില്ല, ചിത്രങ്ങൾ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നാണ് അച്ഛനോട് പറഞ്ഞ്. എന്നിട്ട് ഞാൻ അച്ഛൻ അതേ അധ്യായത്തിലെ മറ്റൊരു ഭാഗത്തൊരു സബ്ഹെഡിങ് കാണിച്ചു കൊടുത്തു. ആ സബ്ഹെഡിങ് എന്തറിയോ? ബിംബാരാധനക്കുള്ള ശിക്ഷ. എന്നിട്ട് ചോദിച്ചു, അച്ഛോ എത്ര ബിംബം ലോകത്ത് ക്രിസ്ത്യാനികൾ നിർമ്മിച്ചോ? ഈ ബൈബിളും തൊക്കിൽ വെച്ചോ മരിച്ചുപോയാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകുകയാണ്. അപ്പൊ അച്ഛൻ നോക്കി, പിന്നെ ഈ ബിംബാരാധനയുമായി ബന്ധപ്പെട്ട് അതുപോലെ ബൈബിളിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംസാരം അയാൾ പറയും, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്താ കാരണം എന്നറിയോ നിങ്ങൾ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിലെന്താ സംഭവിക്കുന്നത്?
ഇപ്പൊ മുസ്ലിങ്ങൾ നിങ്ങൾ നോക്ക്, തൊപ്പിട്ടിട്ടുണ്ടാവും, ജുബ്ബ ധരിച്ചിട്ടുണ്ടാവും, നിരാണ്ട പേല തുണിയെടുത്തുണ്ടാവും, ചെറിയൊരു താടി ഉണ്ടാവും, അയാൾ പള്ളിയിൽ മൊയിലേറായിരിക്കും. അയാൾക്കൊന്നും അറിയില്ല, അയാൾക്ക് ഫാത്തി ഓതാൻ അറിയാം, ജനങ്ങളെ പറ്റിക്കാൻ 3-4 ചെറിയ സൂറത്തും അറിയാം. ആ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പഠിച്ചതാ. അതേ അവസ്ഥയാണ് സ്വാമിജിക്കും പള്ളിയിലച്ഛനും ഒക്കെ ഉള്ളത്. ഇത് 3 പ്രബല മതങ്ങളുടെയും പ്രബോധകർക്ക് സംഭവിക്കുന്ന വലിയൊരു ദുരന്താണ്. നേരെ മറിച്ച് എന്താണ് ശരിക്കുള്ള ദൈവവിശ്വാസം? എന്താണ് ശരിക്കുമുള്ള ഏകദൈവാരാധന? ആരെയാണ് ആരാധിക്കുക? മഴ പെയ്യുന്നു, ആര് തരുന്നു ഇത്? മഴ പെയ്യുന്നത് ശ്രീരാമനാണോ പെയ്യിപ്പിക്കുന്നത്? ശ്രീരാമനാണോ എന്ന് ഞാൻ ക്ഷേത്രത്തിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം. മണിമലയിൽ തൗഹീദിന്റെ മണി മുഴങ്ങിയപ്പോ അവിടുത്തെ സ്വാമിജിക്ക് മിണ്ടാട്ടമില്ല. എന്താ കാരണം? ജനങ്ങളെ സോപ്പിടാനേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ മതസൗഹാർദ്ദ സമ്മേളനത്തിലും ക്ഷേത്ര സമ്മേളനത്തിലും പല മുസ്ലിം പ്രാസംഗികരും പോകാറുണ്ട്. ഒരിങ്ങനെ നാട്ടിർത്താനവും കേരളത്തിന്റെ പച്ചപ്പും കുറെ കവിതയും കുറെ സാഹിത്യവും ഒക്കെ പറഞ്ഞു ഉസാറാക്കിങ്ങ് പോരും. മതം പറയില്ല, മതം ഒരിക്കലും അവർ പറയില്ല, മതത്തിന്റെ കാതൽ പറയില്ല. കാരണം എന്താണെന്നറിയോ? സ്നേഹം പങ്കുവെക്കും, സൗഹൃദം പങ്കുവെക്കും, കെട്ടിപ്പിടിക്കും, സ്വാമിജിനെ കെട്ടിപ്പിടിക്കും, ഒക്കെ ചെയ്യും. നാളെ സ്വാമിജി നരകത്തിലായി എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളവർക്ക് അവിടെ ഇരുന്നിട്ട് സ്വാമിജീനെ സുഖിപ്പിച്ച് കയ്യടിയും വാങ്ങി പ്രസംഗിച്ചിങ്ങ് പോരും. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാണ്, അള്ളാഹ് അവതരിപ്പിച്ച ഈ ദൈവിക ഗ്രന്ഥമുണ്ടല്ലോ, ഈ ഖുർആൻ, അത് അള്ളാഹ് അവതരിപ്പിച്ചതാണ്. ഏതല്ലാഹ്? ഭാസ്കരനെ സൃഷ്ടിച്ച് മൂക്കും നാക്കും തൊക്കും നൽകിയ അള്ളാഹ്. ആ അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥമനുസരിച്ച് ജീവിക്കലാണ് മോക്ഷത്തിനുള്ള മാർഗം. എന്നാൽ വേറെ ഏത് മതമനുസരിച്ചും ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ആ ഇസ്ലാം അനുവദിച്ചിട്ടില്ലേ? ഉണ്ട്. നോക്കൂ, അള്ളാഹ് പറയാൻ, സത്യം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. 18-ാം അധ്യായം 29-ാമത്തെ വചനം. സത്യം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വല്ലാത്തൊരു വാക്കാണത്. സത്യം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ നാഥൻ അവതരിപ്പിച്ചതാണ്. എന്നാൽ ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ബഹുദൈവത്വത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ ഖുർആന്റെ ഏറ്റവും വലിയ മെസ്സേജ്. ഏകദൈവ ആരാധനയുടെ മാത്രം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മാധുര്യം അതാണ്. ഏകദൈവാരാധന. ലോകത്തിന്റെ സിട്ടാവനെയല്ലാതെ ആരാധിക്കില്ല. എന്റെ ഭക്ഷണം, എന്റെ രോഗം, എന്റെ ജീവിതത്തിലെന്നും എന്റെ റബ്ബിന്റെ ഒരു തീരുമാനപ്രകാരമാണ് ഉണ്ടാവുക എല്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ മകൻ മരിച്ചാൽ, എന്റെ മകളെ മരിച്ചാൽ, എന്റെ അളിയൻ മരിച്ചാൽ, എന്റെ ഉപ്പ മരിച്ചാൽ, എനിക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, എന്റെ വണ്ടി ആക്സിഡന്റിൽ പെട്ടാൽ എല്ലാം എനിക്ക് നിർഭയത്വമായിരിക്കും. കാരണം എല്ലാം സിട്ടാവിൻ്റെതാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. വിശുദ്ധ ഖുർആൻ, പ്രവാചക തിരുമേനി ഒക്കെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, അല്ലാഹ് തടഞ്ഞത് നൽകാൻ ഒരാൾക്ക് കഴിയില്ല, അല്ലാഹ് നൽകിയത് തടയാൻ ഒരാൾക്ക് കഴിയില്ല. നമസ്കാരാനന്തരം നമ്മളൊക്കെ പറയുന്ന വാക്കതാണ്, ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും മനുഷ്യന്റെയോ നക്ഷത്രങ്ങളുടെയോ ഗോളങ്ങളുടെയോ ദൈവങ്ങളുടെയോ നിയന്ത്രണത്തിലല്ല. സുമാത്രയിൽ സുനാമി രൂപപ്പെട്ടു, അത് കേരളത്തെ ഇളക്കി മറിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സുനാമി കോളിളക്കം സൃഷ്ടിച്ചു. 150-ലധികം വരുന്ന അമ്മ നിർമ്മിച്ചു കൊടുത്ത വീടുകൾ തകർന്നുപോയി. എന്തേ കാരണം? ആ വീട് നിർമ്മിക്കുമ്പോ സുനാമി വന്ന് ഈ വീട് തകർന്ന് തരിപ്പണാകുമെന്നുള്ള ഭാവി അമ്മക്കറിയാത്തത് കൊണ്ട്. അതിനതേ മറുപടി. അതിനത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ട്രെയിനിലുണ്ടായ ഒരു അനുഭവം. എന്റെ തൊട്ടടുത്തിരുന്ന രമേശൻ നായർ, അദ്ദേഹത്തിന്റെ ലോക്കറ്റിൽ അമ്മയുടെ പിക്ചറുണ്ട്, മാതാമൃതാന്തമയ. ഞാൻ ചോദിച്ചു, താങ്കളൊരു അമ്മ ഭക്തനാണല്ലേ? അതെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 60 വയസ്സ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനോ? 54. അപ്പം ദൈവത്തെക്കാളും 6 വർഷം നിങ്ങൾ ജീവിച്ചു അല്ലേ? അപ്പൊ അയാൾ എന്റെ മുഖത്തേക്ക് നോക്കി. അയാൾക്കറിയാം സംഗതി നല്ല ചോദ്യമായി വെച്ച്. വീണ്ടും ഞാൻ ചോദിച്ചു, അല്ല, ആ 6 കൊല്ലം വായു ശ്വസിച്ചില്ലേ? അതെ. അന്ന് അമ്മ ഉണ്ടായിരുന്നോ? ഇല്ല. ആ വായു ആരാ തന്നത്? ശരി. നിങ്ങളുടെ അമ്മ ജനിച്ചില്ലേ? നിങ്ങളുടെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പോഴമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അവർക്കാരാ വായു വെള്ളവും നൽകി? മനുഷ്യരെ 78 സ്ഥലത്ത് ചിന്തിക്കാൻ പറഞ്ഞൊരു വേദഗ്രന്ഥം, മാനവരാശിയോട് പഠിക്കാൻ പറഞ്ഞൊരു വേദഗ്രന്ഥം കഴിഞ്ഞ ഇൻസൈറ്റ് എക്സിബിഷൻ, ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കരുനാഗപ്പള്ളിയിൽ, അന്ന് വിവിധ മതങ്ങളുടെ പ്രതികൾ പങ്കെടുത്തു. വൈകാരികമായ ഒരു 2 മതപ്രതികൾ പറഞ്ഞെന്നറിയോ? ഇതിലെ ഫ്ലക്സുകൾ, ഈ പവനിയലിലെ ഫ്ലക്സുകൾ വായിച്ച് തിരിച്ചു പോകുമ്പോ അത്ഭുതത്തിന്റെ ഒരു ലോകത്തേക്കാണ് ഞങ്ങൾ എത്തിയെന്നാണ്. ആശ്ചര്യകരമായ മതത്തിന്റെ, യഥാർത്ഥ ദൈവിക മതത്തിന്റെ, ഏകദൈവ സിദ്ധാന്തത്തിന്റെ ഒരു ലോകത്തേക്കാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഖുർആനിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം
അതെന്താ? മാസ് പീപ്പിൾ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. നോക്ക്, മനുഷ്യരുടെ രാജാധിരാജൻ, മനുഷ്യരുടെ സിട്ടാവ്, ലോകത്തിലെ എല്ലാവരുടെയും സിട്ടാവ്, എല്ലാവരെയും അറിയുന്ന സിട്ടാവ്, ലോകത്തിന്റെ അധിപതി. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, സായിബാബയ്ക്ക് ശരിക്കും മലയാളം അറിയോ? മലയാളിയായ എന്റെ അയൽവാസി ബാബേട്ടൻ മലയാളത്തിൽ പറഞ്ഞാൽ മലയാളം തിരിയുന്ന ആളാണോ സായിബാബ? യൂറോപ്യൻ വനിത അവിടുത്തെ ജർമ്മനിയുടെ പ്രാദേശിക ഭാഷകളിൽ സംസാരിച്ചാൽ, മലയാള ഭാഷകളിൽ സംസാരിച്ചാൽ മാതാമൃതാന്നമയ്ക്ക് തിരിയുമോ? ദമയന്തിയുടെ 11 മക്കളിൽ 5 മക്കൾ മരിച്ചതിനു ശേഷം 6ാമത്തവളാണ് ആര്? നമ്മൾ പറയുന്ന മാതാമൃതാനന്ദമയി എന്ന് പറയുന്ന സഹോദരി. അത് ശരിക്കും മനസ്സിലാക്കണം. അവരെ ആരാധിക്കുന്നവർ പലതും ആലോചിക്കട്ടെ. കല്ലും മുള്ളും ആരാധിക്കുന്നവർ പലതും ആലോചിക്കട്ടെ. ബിംബം ആരാധിക്കുന്നവർ പലതും ആലോചിക്കട്ടെ. ഖബർ ആരാധിക്കുന്നവർ പലതും ആലോചിക്കട്ടെ. മാലാഖമാരെയും ജിന്നുകളെയും ഊഴം നിശ്ചയിച്ച് ആരാധിക്കുന്ന ആളുകൾ ആലോചിക്കട്ടെ. സംസ്ഥയിൽപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ ജിന്നിനോട് ഇന്ന ദിവസം ആരാധിക്കാം, ഇന്ന ദിവസം ആരാധിക്കണം, ഇന്ന ദിക്കുകളിൽ എന്ന് പറയുന്നവർ അവരെല്ലാവരും ആലോചിക്കട്ടെ. നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ ലോകത്തിന്റെ തമ്പുരാൻ. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഈ കോട്ടക്കല്ലിലെ ഹൈവേയിൽ മലബാറിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഈ മലബാറിന്റെ മുമ്പിൽ നിന്ന് നട്ടപ്പാതിരക്ക് പല വണ്ടികൾക്കും നിങ്ങൾ കൈ കാണിച്ചു. നിങ്ങൾക്ക് കോഴിക്കോട് എത്തണം. അങ്ങനെ ലാസ്റ്റ് ഒരാൾ കാറ് കൊണ്ടുവന്ന് നിർത്തി. കോഴിക്കോട് ടാക്സി സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഇയാൾ ഇറങ്ങിയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ കോഴിക്കോട് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ടാക്സി ഡ്രൈവറോട് ഈ മനുഷ്യൻ, കോട്ടക്കല്ലിന് കയറിയ മനുഷ്യൻ, അയാളോട് പറയാൻ താങ്ക്സ്, നന്ദി കിട്ടോ. അപ്പൊ ഈ കാറിലിരിക്കുന്ന ഡ്രൈവറില്ലേ, ഈ മലബാറിന്റെ മുമ്പിൽ നിർത്തി ഇയാളെ എടുത്ത അയാൾ എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പാച്ചിരുന്നു, നന്ദി കേട്ടോ, ഞാൻ കൊണ്ടുവന്നിട്ട് കോഴിക്കോട്ട് നിർത്തിയിട്ട ടാക്സി ഡ്രൈവറോട്. അപ്പൊ നന്ദി പറഞ്ഞു. നന്ദി കിട്ടിയാൽ എന്താ വിചാരിക്കറിയോ? ഇതിപ്പോ എന്ത് കഥടാ, ഞാനിവിടെ ടാക്സി എടുത്തിട്ട് എന്നോട് കാറിന് വന്നിറങ്ങിയിട്ട് താങ്ക്സ് പറയുന്നു. ഇതെന്താണ് യേശുക്രിസ്തുവിന്റെയും ശ്രീരാമന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ? ഏത്? അള്ള കൊടുത്ത വായു ഉപയോഗിച്ച്, അള്ള കൊടുത്ത വെള്ളം കുടിച്ച്, അള്ള കൊടുത്ത കണ്ണുകൊണ്ട് കണ്ട്, അള്ള കൊടുത്ത കാതുകൊണ്ട് കേട്ട്, അള്ള കൊടുത്ത എല്ലാം ഉപയോഗിച്ചിട്ട് നന്ദി പിശാരിക്കാവില്ല നമുക്ക്. വേളാങ്കണ്ണി മാതാവിന്, ഉള്ളാളം തങ്ങൾക്ക്, അതുപോലെ നല്ല സ്ത്രീയായിരുന്നു ചീത്ത സ്ത്രീയായിരുന്നു എന്ന് പോലും അറിയാതെ കടലിൽ മുങ്ങി മരിച്ച ബീവിക്ക്. എന്തൊരു കഷ്ടമാണ് മനുഷ്യരെ ഇത്. ഈ കഷ്ടത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. പച്ചക്ക് പറഞ്ഞാൽ ഈ ഇൻസൈറ്റ് എക്സിബിഷൻ ഏകദൈവത്തെ ആരാധിക്കാൻ, ലോകത്തിന്റെ തമ്പുരാനെ ആരാധിക്കാൻ. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഹാദാ ഖൽഖുല്ലാഹ്. അത് വല്ലാത്തൊരു ചോദ്യ. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടിൽ നിർത്തിയ റബ്ബ്, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ അണികളാക്കിയവൻ, ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞിരുന്നവൻ. ഈ യോഗ്യത ആർക്കുള്ളത്? കാരണം വളരെ രസകരമായൊരു പോയിന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ, ഇന്ന് മണിമലയിൽ നിന്ന് എന്നെ മണിമല ക്ഷേത്ര കമ്മിറ്റിയിലെ ഒരു സുഹൃത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയണേ, ആ പോയിന്റ് എനിക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഏത് പോയിന്റ്? ദശരഥ മഹാരാജാവ് പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന് ശാപം കിട്ടിയ ആളായിരുന്നു. എന്താ കാരണം എന്നറിയോ? ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ദശരഥ മഹാരാജാവ് തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച ഒരു മുനി, വെള്ളം ശേഖരിച്ച ഒരു മുനി, അതായത് കുടത്തിൽ വെള്ളം ഇങ്ങനെ ഗുളുകുളു 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 എന്ന് പറഞ്ഞാൽ വെള്ളം കയറുക. അത് കേട്ടിട്ട് ദശരഥ മഹാരാജാവ് ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പെയ്യാനുള്ള കഴിവുണ്ടായിരുന്നെന്നാണ് ഐതിഹ്യം. എന്നിട്ടോ അമ്പെയ്തു, മുനിയുടെ നെഞ്ചത്തുകൊണ്ടോ അക്കാരണം അയാള് മരിച്ചു. അങ്ങനെ അന്ധയായ അദ്ദേഹത്തിന്റെ ഭാര്യ ശപിച്ചു എന്നും കണ്ടാണ്. അവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. തടാകത്തിലെ വെള്ളം മുനി മുക്കിയത് കൊണ്ടാണല്ലോ ദശരഥ മഹാരാജാവ് അമ്പെയ്ത്. അന്ന് ശ്രീരാമനില്ലല്ലോ, കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചിട്ടില്ലല്ലോ. അന്ന് തടാകമുണ്ടായിരുന്നെങ്കിൽ ആ തടാകത്തിലെ H2O, 2 ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന വെള്ളത്തെ ആര് സംവിധാനിച്ചു എന്ന ചോദ്യം എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. മനസ്സിലായോ? എല്ലാ ദിവസവും പ്രസംഗിക്കുന്നതിന്റെ ഒരു താല്പര്യം എന്താ അറിയോ? ഒരു വാക്ക്, ഒറ്റ വാക്ക്. അതിലൊരു വാക്കാണ് എറണാകുളത്തൊരു എഞ്ചിനീയർക്ക് ഇസ്ലാം കിട്ടിയത്. എന്താ വാക്ക്? അത് അള്ളാഹ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. വഖൂലുല്ലതീ ഹിയ അഹ്സൻ. നല്ലത് പറ. അതെന്താ?
60 കൊല്ലം വായു ശ്വസിച്ച മാധവ, എത്ര യൂണിറ്റിന് നീ ബില്ല് കെട്ടി എന്ന ചോദ്യം. വൈദ്യുതിക്ക് നീ ബില്ല് കെട്ടി, ഫോണിന് നീ ബില്ല് കെട്ടി. അള്ളാഹു നിനക്ക് നൽകിയ ജീവൽ വായു, നിന്റെ നിലനിൽപ്പിന് ആധാരം, അതെങ്ങാനും 60 കൊല്ലം ശ്വസിച്ചതിന്റെ ബില്ലെങ്ങാനും പടച്ചവൻ ഒരാളെടുത്ത് കൊടുത്തയച്ചാൽ ഏക്കറക്കണക്കിന് ഭൂമി റോഡ് സൈഡിലുണ്ടായ തീരുള്ള മനുഷ്യരെ കടപ്പാട്. ആ ഒരൊറ്റ ചോദ്യമാണ് ഒരു എഞ്ചിനീയർ ഇസ്ലാമിലെത്തി. ഇൻസൈറ്റ് നിസ്സാരമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെ ഇസ്ലാം ആകണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ. എങ്ങനെ? നമ്മുടെ സമ്മേളനം തുടങ്ങുന്നത് ഇസ്ലാം കൊണ്ട്, നമ്മുടെ സമ്മേളനം തുടനീളം ഇസ്ലാം. എന്നാൽ ഇന്നലെ ഒരു സ്ഥലത്തൊരു സമ്മേളനം നടന്നു, തുടക്കം മുതൽ ജിന്ന്, ഒടുക്കം വരെ ജിന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ വാചകം ഞാൻ പറഞ്ഞോട്ടെ, അതങ്ങ് എഡിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായാലാണ് സ്റ്റാർട്ടിംഗ് മുതൽ അതിന്റെ നിർണായകമായ അവസാനിക്കുന്നത് വരെ ജിന്നിൽ തുടങ്ങി, ജിന്നിൽ വളർന്ന്, ജിന്നിലൂടെ പരിലത്തി, ജിന്നിന്റെ മയത്തോടെ അവസാനിക്കുന്ന സമ്മേളനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളക്കരയിൽ നടക്കുന്നു. അള്ളാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാന്റെ ദീന പറയാൻ ജനങ്ങളോട് അത് വളരെ പ്രധാനമാണ്. 2, വേദഗ്രന്ഥത്തിന്റെ സന്ദേശങ്ങളിൽ രണ്ടാമത്തത് എന്താണ്? മാർഗദർശനം നൽകാൻ ഒരു പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നതാണ്. അതായത് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഒരു പഠനമാണ്. അതിൽ പറയുന്നത് ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോൾ, അധർമ്മം കൊടികുത്തി വാഴുമ്പോ യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു. അവിടെ ഇസ്ലാം യോജിക്കുകയാണ് ഒരു മേഖല. അതെന്താ? ഇത് ഒരു ഉദാഹരണം പറയാം. ദൈവം തന്നെ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട് നോമ്പ് നോൽക്കണമെന്ന് പറയാം. മനുഷ്യനോട് പറയാ ദൈവത്തിന് ഭക്ഷണം ആവശ്യമുണ്ടോ? വെള്ളം ആവശ്യമുണ്ടോ? ഇല്ല. ആ ദൈവം പറയാ വെള്ളം ഉപേക്ഷിക്കണോ? ആ ദൈവം പറയാ ഭക്ഷണം കഴിക്കരുത്. അപ്പൊ മനുഷ്യന് ചോദിക്കുക, ദൈവമേ നീ ഉടമയും ഞങ്ങൾ അടിമകളുമാണ്, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഞങ്ങൾ എങ്ങനെ നോമ്പ് ഉപേക്ഷിക്കും, അല്ല നോമ്പെടുക്കും? ഇനി നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറയാം, അന്യ സ്ത്രീകളുമായി. അപ്പൊ ചോദിക്കും, ഞങ്ങൾ വികാരമുള്ളവരാണ്. അവർ സന്നദ്ധരാണെങ്കിൽ ദൈവമേ നിനക്കതൊന്നും ആവശ്യമില്ല, ദൈവമേ നിനക്ക് അതൊന്നും ആവശ്യമില്ല, നിനക്കതൊന്നും ആവശ്യമില്ല. ഞങ്ങളാരാ? ഞങ്ങൾ മനുഷ്യരാണ്, വികാരമുള്ളവരാണ്. നേരെ മറിച്ച് ഇസ്ലാമിന്റെ പ്രവാചക സങ്കല്പോ അപാരമാണ്. മുഹമ്മദ് നബി ഖുറൈശി ഗോത്രത്തിൽ ജനിക്കുന്നു, ഇസ്മായിലി വംശ പരമ്പരയിൽ ജനിക്കുന്നു, ഖുറൈശി കുടുംബത്തിൽ, ആശിം കുടുംബത്തിൽ ജനിക്കുന്നു. അറബികൾക്ക് അദ്ദേഹത്തെ അറിയാം, ബന്ധമുണ്ട്, രക്തബന്ധമുണ്ട്, എല്ലാ അർത്ഥത്തിലുള്ള ബന്ധമുണ്ട്. ആ പ്രവാചകൻ അവർക്കിടയിൽ വളരുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും, ഒരു പെണ്ണിനെയും അദ്ദേഹം ആക്രമിക്കുന്നില്ല, ഒരു പെണ്ണിന്റെ മുഖത്തും അദ്ദേഹം നോക്കുന്നില്ല, ഒരു പെണ്ണിനോടും അനാവശ്യമായി പെരുമാറുന്നില്ല, ഒരു തുള്ളി അദ്ദേഹം മദ്യപിക്കുന്നില്ല, ഒരു കല്ലും അദ്ദേഹം ആരാധിക്കുന്നില്ല, ഒരു പ്രവാചകനെയും അദ്ദേഹം വിളിക്കുന്നില്ല, ഒരു കച്ചവടത്തിലും അദ്ദേഹം അന്യായം കാണിക്കുന്നില്ല, ഇടപാടുകളെ മോശമാകുന്നില്ല. എന്നിട്ട് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, ഞാനും സൗദിയിൽ ജനിച്ചാലല്ലേ? അതെ. അബൂജഹലെ, ഞാനും ഖുറൈശി കുടുംബക്കാരൻ തന്നെയല്ലേ? അബൂലഹബ് എളാപ്പ, ഞാനും നിങ്ങളെ കൂട്ടത്തിൽ തന്നെയല്ലേ? നിങ്ങളെ അച്ഛന്റെ മോൻ തന്നെയല്ലേ ഞാൻ ഇതൊന്നും ചെയ്യണില്ലല്ലോടാപ്പ. അപ്പൊ അത് ക്ലിക്ക് ചെയ്യും, മനസ്സിലാവും. അതാ ഇസ്ലാമിന്റെ പ്രവാചക സങ്കല്പം. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വന്ന് മാതൃകകളാകുന്നത് ജനങ്ങൾക്ക്. മാത്രമല്ല, വലിക്കുല്ലി ഖൗമിൻ ഹാദ് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ അബ്ദുല്ലാഹ് വജ്തനിബു താഗൂത്ത്. ഒരു സമൂഹത്തിലും പ്രവാചകന്മാർ വരാത്തതായിട്ടുണ്ടായിട്ടില്ല. പ്രവാചകന്മാർ വന്നു. അതിൽ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി. 16-ാം അധ്യായം 36-ാമത്തെ വചനം, 21-ാം അധ്യായം 25-ാമത്തെ വചനം. അതുപോലെ വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം 34-ാം അധ്യായം 28-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 40-ാമത്തെ വചനം. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാൻ. ലോകവേദങ്ങളിൽ മുഹമ്മദ് നബി, നമ്മുടെ പ്രഗത്ഭനായ ചരിത്ര പണ്ഡിതൻ അബ്ദുൽ കരീം സാഹിബിന്റെ ബുക്കിന്റെ അവിടെ ബുക്ക് സ്റ്റാളിൽ വാങ്ങണം. ഏതസ്മിന്നന്തലേ മ്ലേച്ഛാചാരണ സമുന്നിത മുഹമ്മദ് വിഖ്യാത ശിഷ്യശാഖാ സമുന്നിതം. ഭവിഷ്യൽ പുരാണത്തിലും അല്ലോകോപനിഷത്തിലുമെല്ലാം ഈ കാര്യം പ്രവാചകന്റെ വരവിനെ കുറിച്ച്. മാത്രമല്ല, നിങ്ങളൊക്കെ ചിന്തിക്കണം, മദ്യമുക്തമായ ഒരു രാജ്യം. ഇപ്പൊ മാതൃഭൂമിയുടെ ആരോഗ്യമാസിക വായിച്ചോ നിങ്ങള്? അതിന്റെ 1-ാം പേജ് മുതൽ അവസാനം വരെ കേരളത്തിലെ മദ്യദുരന്തത്തെ കുറിച്ചുള്ള പഠനമാണ്. വ്യത്യസ്ത പണ്ഡിത കേസരികളുടെ പഠനങ്ങളാണ് അതിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അവിടെ വളരെ വ്യക്തമായി നമ്മളിന്ന് കേരളത്തിന്റെ അവസ്ഥ, ദൈവത്തിന്റെ സ്വന്തം നാടല്ല ഇന്ന്, കുടിയന്മാരുടെ സ്വന്തം നാട് എന്ന് തിരുത്തിയിരിക്കുന്ന കേരളത്തെ ഓൾ ഇന്ത്യ ലെവലിൽ 3 ഇരട്ടിയാണ് കേരളത്തിന്റെ മദ്യപാനം. 20 ലിറ്ററോളം ഒരു മാസത്തിൽ കുടിച്ചു തീർക്കുന്നു ഇവിടുത്തെ മലയാളി എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈ മദ്യമുള്ള രാജ്യം, അവിടെയാണ് ഇസ്ലാമിന്റെ ഖുർആനിന്റെ ഏറ്റവും വലിയ സന്ദേശം. മദ്യം തിന്മയുടെ മാതാവാണ്, ആപത്താണ്, അത് കൊലയുണ്ടാക്കും, അത് നിങ്ങളിൽ കൊള്ളയുണ്ടാക്കും, ശത്രുതയുണ്ടാക്കും, ഭിന്നത ഉണ്ടാക്കും, കുടുംബ തകർച്ചകൾ ഉണ്ടാക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നോക്കൂ, നിങ്ങളുടെ നെഫ്സിനെ നിങ്ങൾ കൊല്ലരുത് തുടങ്ങി വിശുദ്ധ ഖുർആനിന്റെ അനവധി വചനങ്ങൾ ഈ വിഷയമായി 5-ാം അധ്യായം 90-91 വചനങ്ങളിൽ അപ്പുറത്ത് വേറെ ആരും മൈക്കെടുത്തിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വിളിക്കാതെ മൈക്ക് കുറവുള്ള മലപ്പുറം, വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരം, ഇതെല്ലാം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പലിശയില്ലാത്ത, വേശ്യാലയമില്ലാത്ത, വൃദ്ധസദനങ്ങളില്ലാത്ത ഉമ്മയും ഉപ്പയുമാണ് ഏറ്റവും വലുത്. നിങ്ങൾക്ക് അള്ളയും റസൂലും കഴിഞ്ഞാലെന്ന് പഠിപ്പിച്ച് മാതാപിതാക്കളുടെ സ്നേഹത്തിലാണ് അള്ളാന്റെ സ്നേഹമെന്നും മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തിയെന്നും മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപമെന്നും പഠിപ്പിക്കപ്പെടുക വഴി വാർദ്ധക്യത്തിലെത്തി മാതാപിതാക്കളെ സംരക്ഷിക്കലാണ് ആയുധമേന്തിയ കിതാബ് ഉൾക്കൊള്ളുന്ന ജിഹാദിനേക്കാൾ വലിയ ജിഹാദ് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന് എങ്ങനെ വൃദ്ധസദനങ്ങൾ ഉണ്ടാവും? എങ്ങനെ വൃദ്ധസദനങ്ങൾ ഉണ്ടാവും? ഏറ്റവും കുറവ് വൃദ്ധസദനം മലപ്പുറത്താണ്. എന്റെ കാരണം എന്താ അറിയോ? മാതാപിതാക്കളുടെ ബന്ധം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെട്ട ദൈവീക ഗ്രന്ഥത്തിന്റെ വക്താക്കൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മദ്യപാനത്തിൽ മലപ്പുറം ജില്ല ഏറ്റവും മുന്നിലാണ്. പൊന്നാനി, കോട്ടക്കൽ, തിരൂർ, ക്ഷമിക്കണം, അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. എല്ലാ തിന്മകൾക്കെതിരെയും ഖുർആൻ ശബ്ദിച്ചു. ഖുർആനിലെ 8-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത്, ഫിത്തനയെ നിങ്ങൾ സൂക്ഷിക്കണം, കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കൊലപാതകം, കൊള്ള, പിടിച്ചുപറി, സ്ത്രീ അക്രമങ്ങൾ എന്തുകൊണ്ടുണ്ടായി? വിശുദ്ധ ഖുർആൻ കൃത്യമായ ഒരു സന്ദേശം നൽകി സ്ത്രീകൾക്ക്. മഹത്തായ ഒരു ഡ്രസ് കോഡ്, മഹത്തായ ഒരു ഡ്രസ് കോഡ്. അവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിജാബിനെ കുറിച്ചുള്ള ചർച്ച വരുന്നത്. സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? കൈമാത്രമാണോ? ഞാൻ പറയുന്നത് സ്ത്രീയുടെ പെരുവിരൽ മുതൽ അവളുടെ ശിരസ് വരെ സൗന്ദര്യമാണ്. അവളുടെ അരഭാഗം വരെ നീണ്ടുകിടക്കുന്ന കാർക്കുണ്ടൽ അവളുടെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. അവളുടെ മാംസളമായ കൈവിരൽ പോലും അവളുടെ സൗന്ദര്യമാണ്. അവളുടെ മടമ്പ് പോലും സൗന്ദര്യത്തിന്റെ നിദർശനമാണ്. അവളുടെ ഫേസാകട്ടെ, അവളുടെ ചുണ്ടുകളാവട്ടെ, അവളുടെ കണ്ണുകളാവട്ടെ സൗന്ദര്യത്തിന്റെ നിദർശനങ്ങളാണ്. അതുകൊണ്ടാണ് സക്കറിയ എന്ന ക്രിസ്ത്യാനിയായ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരൻ സൗദി അറേബ്യ സന്ദർശിച്ചപ്പോ പെണ്ണുങ്ങളുടെ കണ്ണ് മാത്രം കാണുന്ന സൗദി അറേബ്യയിൽ ആ പെണ്ണുങ്ങളുടെ കണ്ണിന് പോലും എന്തൊരു സൗന്ദര്യം. അതുകൊണ്ട് ആ സക്കറിയ പെണ്ണുങ്ങൾ അത്ര മറിച്ചാൽ പോലും അത് ഭയങ്കര സൗന്ദര്യമായി തോന്നുന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പെണ്ണുങ്ങളെ മാറുമറക്കാതെ തെണ്ടി നടക്കുന്നത് കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുമെന്ന് ദൈവീക മതമായി ഇസ്ലാം പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് സൂറത്തുൻ നൂർ 24-ാം അധ്യായം 30-31 വചനം, സൂറത്ത് അഹ്സാബ് 58-59 വചനങ്ങൾ വായിക്കുക. നമ്മൾ പറയും, ഇപ്പൊ സ്ത്രീ അവളുടെ സൗന്ദര്യം മുഖമാണ്. അപ്പൊ ഒരു സ്ത്രീയുടെ മുഖം വല്ലാത്ത സൗന്ദര്യം ഉണ്ടോ? എങ്കിൽ അവൾ മുഖം മറയ്ക്കട്ടെ, അതിനെ പിട്ടുംകുട്ടി ചിറ്റിയതെന്ന് പറയണ്ട. നിന്റെ ഭാര്യയെ നീ ഉടുത്തയച്ചിട്ട് നടത്തിച്ചോ, കുഴപ്പമില്ല. ആരും അതിനെ നിന്നെ എതിർത്തിട്ടില്ല, ആരും എതിർത്തിട്ടില്ല. പക്ഷേ ഇസ്ലാമിക ദൃഷ്ടിയ ഞാൻ നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ ദിവസം 3 പുരുഷന്മാരെ സൗദി അറേബ്യ നാട് നടത്തി. എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? പെണ്ണിനെ പിടിച്ചിട്ടല്ല, പെണ്ണ് പോലെ എങ്ങോട്ട് പിടിച്ചിട്ട്. മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. 3 പുരുഷന്മാര് സൗദിയിൽ ഓവർ സൗന്ദര്യോ. എന്നിട്ട് അവരൊരു ഹോട്ടലിൽ കയറിയ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കല്ല, ഓരോ ചുറ്റിലും നിൽക്കുകയാണ്.
ഷോപ്പിംഗ് മാളിൽ കയറിയാൽ പെണ്ണുങ്ങളോട് ചുറ്റിലും നിൽക്കുകയാണ്. അങ്ങനെ നാട് കടത്തി 3 ചെറുപ്പക്കാരെ. യൂസുഫ് നബിയുടെ ചരിത്രകാലമാകല്ല എന്ന ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഞാൻ സ്ത്രീകളോട് പറയുന്നത്, ഇപ്പൊ നമ്മൾ റിസപ്ഷനിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, പെണ്ണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു എന്നാ. അല്ല മോളെ, ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞില്ല, കുഞ്ഞുമോളെ അന്റെ വെളുത്ത തൊലിയാണ് സൂപ്പർ മാർക്കറ്റുകാരനെ സ്വാധീനിച്ച്. എന്നോട് ഒരു സ്നേഹവുമില്ല. ഇയൊന്ന് അതീവ സുന്ദരിയായ ഒരു പെണ്ണ് തീപ്പൊള്ളലേറ്റ് നോക്കട്ടെ, പിന്നെ വിളിക്കാൻ എന്റെ അടുത്ത് ആരും വരില്ല. ആദ്യത്തെ 2 ദിവസം തിരിഞ്ഞു നോക്കൂ, 3-ാമത്തെ ദിവസം തിരിഞ്ഞു നോക്കൂല. കാരണം അന്നെ കൊണ്ട് എന്താണോ കിട്ടണ്ടായി എന്റെ അടുത്തില്ല. പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? അങ്ങക്ക് മനസ്സിലായി അല്ലേ? അപ്പോ വളരെ ഗൗരവമാണ് നമ്മുടെ ഇസ്ലാം. വളരെ മാന്യതയുടെ മാത്രമല്ല, പിതാരക്ഷിതി കൗമാരെ ഭർത്താരക്ഷിതി യൗവനെ പുത്രാരക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവിരേ പുത്ര നസ്രീ സ്വാതന്ത്ര്യമർഹിതി. അവിടെ പുതിയൊരു തസ്തിക കൂട്ടിച്ചേർത്തു നമ്മുടെ യുവാക്കൾ. അതെന്താ? കാമുകോ രക്ഷിതി യൗവനെ. അതാ ഡൽഹിയിലുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, 6 പുരുഷന്മാര് ഡൽഹിയിലെ കുട്ടിനെ കൊന്ന് കൊലവിളി നടത്തിയല്ലോ. ശിക്ഷിക്കണം നന്നായിട്ട്. എന്നോടൊരു ശിക്ഷ വിധിക്കാൻ പറയാണ്, ഞാൻ വിധിക്കാൻ എന്തറിയോ? ബ്ലേഡ് മുളക് കഷായ ചികിത്സ. ആ ചികിത്സ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരുത്തനെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ വരയാ, നല്ല മാംസം നോക്കിയിട്ട് അവന്റെ ശരീരത്തിൽ, എന്നിട്ട് ഇടക്കിടക്ക് പച്ചമുളക് കലക്കി ഇങ്ങനെ 10 മിനിറ്റ് ഒഴിക്കുക. അതിനാണ് മുളക് ബ്ലേഡ് കഷായ ചികിത്സ. ഞാൻ നടത്തുകയാണ്, അത് നടത്തേണ്ടത്. പക്ഷേ മറുഭാഗത്തെ പെൺകുട്ടിന് എന്ത് ചികിത്സ നടത്തേണ്ടത്? അതുകൂടിയാണ് ഞാൻ നിങ്ങളോട് ആലോചിക്കുന്നത്. നട്ടപ്പാതിരാക്ക് 9 മണിക്ക് ശേഷം അന്യപുരുഷന്റെ കൂടെ തെണ്ടാൻ ഓളെ വിട്ട അവളുടെ അമ്മയും അച്ഛനും കൂടി കാപാലികരാണ്. അവളും അല്ലേ? അല്ലേ? എല്ലാവരും നമുക്ക് പരിചയ. തിരൂരിനൊക്കെ ട്രെയിൻ കയറിയാലേ മിക്ക ട്രെയിനിലും അടി ഉണ്ടാക്കേണ്ടി വരികയാണ്. അതെന്താ? ആയിഷക്കുട്ടി തലവെച്ച് കിടക്കുന്നത് മാധവന്റെ മടിയിൽ, സുമതി തലവെക്കുന്നത് അബ്ദുൽ ജബ്ബാറിന്റെ മടിയിൽ. കല്യാണം കഴിച്ചതാ അല്ല. കോളേജ് ചേർത്താ പിന്നെ അങ്ങനെ ആവാമത്രേ അല്ലേ? അണ്ടർ TC ബൈക്കും അതിലൊരു പൂജാവട്ടും വേണമെന്ന പാറി നടക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടില്ല അല്ലേ? അതിന് പക്ഷിക്ക് എബോളയും സിബിലീസും ഗൊണോറിയയും അക്വേർഡ് ഇമ്മ്യൂൺ ആൻഡ് ഡെഫിഷ്യൻസി സിൻഡ്രോം ഒന്നുമില്ല. ഇല്ല. അതൊക്കെ മനുഷ്യനെന്ന ധാർമ്മിക ജീവിക്കുക. അതുകൊണ്ട് മക്കളെ മൊബൈലും ഇതെല്ലാം ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊല. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, സ്ത്രീകൾ അവരുടെ വേഷവിധാനങ്ങളിൽ മാന്യത. ഇപ്പം ഈ സ്ത്രീകൾ ഡ്രസ് ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ടാല് ശരിക്കതിലൊരു മെസ്സേജ് ഉണ്ട്. അതെന്തറിയോ? നോക്കടാ, എടാ പിടിക്കടാ, ജിന്നെ പിടിച്ചില്ല യാണാവിടാ, പിടിക്കടാ, എടാ പിടിക്ക് എന്നൊരു മെസ്സേജ് പെണ്ണിന്റെ ഡ്രസ്സിലും രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. അവിടെ പെണ്ണുങ്ങൾ അംഗീകരിച്ചോളുന്നില്ല. മഹിളാചന്ദ്രികകൾ അല്ലെ? ആണുങ്ങളെ ഭരിക്കുന്ന മഹിളാചന്ദ്രികകൾ. പെണ്ണെന്ന സൗഭാഗ്യത്തെ ടച്ച് ചെയ്യാൻ, പെണ്ണെന്ന ആത്മാവിനെ തിരിച്ചറിയാൻ, കുടുംബത്തിന്റെ കെടാവിളക്കാകേണ്ട ആ മനോഹാരിതമായ ഒരു സങ്കല്പമുണ്ട് പെണ്ണിനെ കുറിച്ച് മതദർശനങ്ങളിൽ. അതാകാൻ പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ടെക്നോ പാർക്ക് ബന്ധമുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഞാനവിടെ തിരുവനന്തപുരത്തെ ഖത്തീബായിരുന്ന കാലത്ത് എന്റെ അടുത്ത് വന്ന ഡൈവേഴ്സിന്റെ കേസുകൾ കണക്കില്ല. എന്തറിയോ? ഭാര്യക്ക് 35,000 ശമ്പളം, ഭർത്താവിന് 20,000. ഓൾ അധിക പുരുഷന്മാരെവിടെ ഓക്ക് പോകാം, ഓനെ അങ്ങനെ വേറെ പെണ്ണുങ്ങളെ കൂടെയും പോവാം. അങ്ങനെ അല്ലാത്ത ഏതു സ്ഥാപനങ്ങളുണ്ട്? പലപ്പോഴും ഓരോ സ്ഥാപനങ്ങളെടുത്തോ പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടിയാൽ എന്താണ്ടാകറിയോ? കുരങ്ങിന് ഏണി വെച്ചു കൊടുത്തതിന് തുല്യ. ഈ സാധനങ്ങൾക്ക് അഹങ്കാരം. പെണ്ണുങ്ങളിനോട് ദേഷ്യപ്പെടരുത്. വസ്തുത പറയാണ്, നിങ്ങൾ രക്ഷപ്പെടണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം. ജോലിയൊന്നും നിങ്ങൾക്ക് അത്ര അല്ല. അത്യാവശ്യം ഇസ്ലാമിക മര്യാദ അനുസരിച്ച്, പ്രമാണങ്ങൾ അനുസരിച്ച് അങ്ങനത്തെ ഒരു ഘട്ടം വന്നോ, എല്ലാ മര്യാദകളും പാലിച്ചോളൂ. അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ സ്വയം നാശത്തിലേക്കാ ചെല്ലുന്നത് ഭർത്താവുമായില്ല. അപ്പൊ നിങ്ങൾക്കറിയോ, എറണാകുളം ഇതുപോലെ ഇൻസൈറ്റ് അല്ല, നമ്മൾ സാൽവേഷൻ നടത്തി. അതിൽ ഭവൻസ് സ്കൂളിലെ ടീച്ചറെ കൗൺസിലിംഗ് സെന്ററിൽ വരുന്നത് കരഞ്ഞുകൊണ്ടാണ്. എന്താ അവർ കരഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, അല്ല ടീച്ചറെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ, എന്തെങ്കിലും പ്രയാസം? അവർ പറയും അതൊന്നല്ല. ഇവിടെ ഭാര്യ എന്ന കുറെ ഫ്ലക്സ് ഇങ്ങനെ കണ്ടപ്പോ ആരാണ് ഒരു നല്ല ഭാര്യ, ദാമ്പത്യ ജീവിതത്തിന്റെ ഫ്ലക്സ് വായിച്ചോണ്ടാ ഞാൻ കരയുന്നത്. എന്നിട്ട് അവർ പറയാണ്, ഏറ്റവും മുന്തിയ സ്കൂളിലെ ടീച്ചറാ ഞാൻ. എറണാകുളം ഭവൻസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാത്സിന്റെ ടീച്ചറാ അവര്. അപ്പൊ അവര് പറയാണ്, കഴിഞ്ഞ കുറെ നാളുകളായി ഏറ്റവും മേലെയും മോർണിംഗിൽ പുറപ്പെട്ട് സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങി, സ്കൂൾ മാത്രമായിരുന്നു എന്റെ ലോകം.
എന്റെ ബെഞ്ചിലിരിക്കുന്ന മറ്റേ മാഷിനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ തുടങ്ങിയ കാര്യം എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയ കാലം മറന്നു, എന്റെ ഭർത്താവിന് നല്ലൊരു ചായട്ട് കൊടുത്ത കാലം മറന്നു, എന്റെ മക്കളെ നോക്കിയ കാലം മറന്നു. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണിനോടാണ് എന്റെ ഭർത്താവിനും വേറെ നിൽക്കല്ല അവരുദ്ദേശിച്ച് എന്റെ മക്കൾക്കും കൂടുതൽ കടപ്പാടും ബന്ധവും. ഞാനൊരു നല്ല ഭാര്യയായില്ല, ഞാനൊരു നല്ല അമ്മയായില്ല. സുഹൃത്തുക്കളെ, ഇൻസൈറ്റ് അതിനാണ്. നല്ല ഭാര്യമാരുണ്ടാകാൻ, നല്ല ഭർത്താക്കന്മാരുണ്ടാകാൻ, നല്ല മക്കളുണ്ടാകാൻ. ഇസ്ലാമിന്റെ സന്ദേശം അതാണ്. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا وَلَا تَقُل لَّهُمَا أُفٍّ. എന്താ നിങ്ങൾ പഠിച്ച് വിശുദ്ധ ഖുർആനിലെ 17 അധ്യായം 23-24 അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലെത്തിയാൽ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുതെന്ന. ഛേ എന്ന വാക്ക് കല്ലാച്ചിയിലെ അമീദ് ടേ എന്ന് അമ്മിക്കുട്ടി കൊണ്ട് തലക്കടിച്ചു വന്ന ഖുർആൻ പറയുന്നത് ഛേ എന്ന വാക്ക് പറയരുതെന്ന. ആരാ ഉമ്മ? നിന്നെ നൊന്ത് പ്രസവിച്ച് നിന്നെ കഷ്ടപ്പെട്ട നിന്റെ ഉമ്മ. ഞാന് കുറച്ച് ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലായിരുന്നു. കുട്ടികളെയും കൊണ്ട് മാറി വരുന്ന സമയത്ത് ഉമ്മ ഭയങ്കരമായ കരച്ചിൽ. എനിക്ക് ആ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയില്ല. എന്താ അത് സ്നേഹമാണ്. ആ മാതാവാരാ? ആ മാതാവിന്റെ ഉള്ളം കയ്യിലെടുത്ത് വെച്ചൊന്ന് തടവിയാൽ തീരുന്നതാണോ ബന്ധം? 4 അണക്ക് 3/4 അണക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ തീരുന്നതാണോ ബന്ധം? തിരക്ക് പിടിച്ച ഹജ്ജിന്റെ സീസണിൽ ഒരു ഉമ്മയെ ഷോൾഡറിൽ വെച്ച് കാബൻ തവാഫ് ചെയ്തൊരു മകൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്റെ ഉമ്മാനുള്ള കടപ്പാട് തീർന്നോ? ഒന്നും ആയിട്ടില്ല എന്നാ റസൂൽ പറഞ്ഞു. അത്ര മഹത്വമാണ് ഉമ്മാന്റെ സ്ഥാനം ഇസ്ലാമിൽ. ഖുർആനിൽ എത്ര വചനം? വബിൽ വാലിദൈനി ഇഹ്സാന 2-ാം അധ്യായം 83-ാമത്തെ വചനം. വബിൽ വാലിദൈനി ഇഹ്സാന 6-ാം അധ്യായം 151-ാമത്തെ വചനം. വബിൽ വാലിദൈനി ഇഹ്സാന 4-ാം അധ്യായം 36-ാമത്തെ വചനം. എത്ര സ്ഥലത്ത്? ഖുർആന്റെ 46-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ. ഖുർആനിന്റെ 31-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ. ഖുർആനിന്റെ 29-ാം അധ്യായം 8-ാമത്തെ വചനം. ഇതിലെല്ലാം മാതാപിതാക്കളുടെ മേന്മയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന മഹത്തായ മെസ്സേജ്, സന്ദേശം, അതാണ് ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആനിന്റെ സന്ദേശം. 4 സമ്പത്ത്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. സൂറത്ത് ഫുർഖാൻ 25-ാം അധ്യായം 67-ാമത്തെ വചനം. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ വഅതിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ വബിൻ സബീൽ വലാ തുബദ്ദിറു തബ്ദീറാ. അബ്നു സബീൽ വലാ തുബദ്ദിറു തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. 17-ാം അധ്യായം 26, 27 വചനങ്ങൾ. والذين ينفقون في السراء والضراء والقالبين الغيظ وعافين عن الناس والله يحب المحسنين. 3-ാം അധ്യായം 143-ാമത്തെ വചനം. الذين يتلون كتاب الله واقاموا الصلاة وانفقوا مما رزقناهم سرا وعلانية. ഖുർആനിലെ 35-ാം അധ്യായം 29-ാമത്തെ വചനം. ഇങ്ങനെ അല്ലാഹു നൽകിയ സമ്പത്ത് പിശിക്കരുത്, ദൂർത്തടിക്കരുത്. വകാന ബൈന ദാലിക ഖവാമാ, രണ്ടിന്റെ ഇടയിലും ചെലവഴിക്കണം. പലിശ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ല പലിശ ഹറാമാക്കി, അല്ല കച്ചവടം അനുവദിച്ചു. പലിശയുടെ ഏറ്റവും ചെറിയ തോത് സ്വന്തം ഉമ്മയെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞു. എക്കണോമിക്കൽ ക്രൈസിസ് ലോകം നേരിട്ടപ്പോ സൗദി അറേബ്യ അതിൽ നിന്ന് മുക്തമായി. കാരണം ദൈവിക ദർശനപ്രകാരം സമ്പത്തിന് നോക്കിക്കണ്ട രാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായില്ല. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത കാലം ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ വന്നു എന്ന് ചരിത്രം ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം മാത്യു അർണോൾഡ് വിഖ്യാതമായി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാവരോടും ഖുർആനിന്റെ മെസ്സേജ്, ഖുർആനിന്റെ സന്ദേശം, ഖുർആനിന്റെ 5-ാമത്തെ കാര്യം നീതിയിൽ അധിഷ്ഠിതമാകുന്നു എന്നാണ്. എന്റെ മകൾ ഫാത്തിമയാണ് കേട്ടതെങ്കിലും അവളെ കൈമുറിക്കുമെന്ന് പ്രവാചകന്റെ പ്രഖ്യാപനം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖവ്വാമൂൻ. അല്ലാഹു 2 വിധത്തിൽ പറയാൻ. എന്നിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു വഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷികളാകണം. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾക്കൊരു വിഭാഗത്തോട് ദേഷ്യമുണ്ട്, നിങ്ങളവരെ ചീത്തപ്പേരിൽ വിളിക്കുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്ന പേര് ഞാൻ ആവർത്തിക്കുന്നില്ല, പറയുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. എന്റെ വിഷയത്തിന്റെ മഹത്വത്തിന് അത് എതിരായിത്തീരും. അവിടെ പറയുന്നത് ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവർക്കില്ലാത്ത വിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക. ലവ് ജിഹാദ് ഇവിടെ ഇല്ല, അതുണ്ട് എന്ന് പറയുക. ഇറാഖിൽ ആറ്റം ബോംബില്ല, അതുണ്ട് എന്ന് നുണ പറയുക. എന്നിട്ട് കദ്ദാബ് എന്ന് മലക്കുകൾ രേഖപ്പെടുത്തപ്പെടുക പാടില്ല. എന്നൊരു വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, വലവല അൻഫുസികും വൽവാലിദൈനി വൽഅഖ്റബീൻ ഇയകുൻ ഗനിയ്യൻ ഔ ഫഖീറ. സ്വന്തം മാതാപിതാക്കളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും അനീതിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്.
അനീതിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ഇസ്ലാമിക വിരുദ്ധ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ഉള്ളിൽ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ പുറത്ത്. ഇതൊരു അനീതിയാണ്, പാടില്ല എന്നല്ല. ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഒരു മകൾ കുമ്മ വെച്ചു മറ്റൊരു മകളെ അവഗണിച്ചാൽ അതുപോലും അനീതിയായി പഠിപ്പിച്ചു. തീർന്നില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒറ്റ പോയിന്റ്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഭർത്താവിന് സ്കല്ലമുണ്ടായി, ഭാര്യയ്ക്ക് തൃപ്തിയായില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അവിടെ അനീതി നടന്നിരിക്കുന്നു. അവൾ തൃപ്തിപ്പെടുന്നവരെ അവളെ സന്തോഷിപ്പിക്കുന്ന നിന്റെ കടപ്പാടാണ്, അത് നീതിയാണ്. അപാരമേ ഈ ദർശനം, ആശ്ചര്യദായകമേ ഈ വിഭവം. അള്ളാഹുവിന്റെ മതം. ഇതിന് വളരെ പ്രധാനമായ ഒരു പോയിന്റ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. മരണാനന്തര ജീവിതം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? മരണാനന്തര ജീവിതമുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നത് സൗദി അറേബ്യ വളരെ മോശമായ ഒരു സ്ഥലമായിരുന്നു. ആ ജനം എങ്ങനെയാണ് നന്നായത്? ചുരുക്കി പറയാട്ടോ, സമയത്തിന്റെ കുറവുണ്ട്. ആ ജനത എങ്ങനെ നന്നായത്? ആ ജനത നന്നായത്, വളരെ പ്രധാനമായ ആ ജനത നന്നായത് ആഖിറത്തിലുള്ള അടിയുറച്ച വിശ്വാസം. മനുഷ്യർക്കിടയിൽ ചില ആളുണ്ട്. സൂറത്ത് ബഖറ 6 മുതൽ 10 വരെയുള്ള വാചകം, ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്രയും പറഞ്ഞു. ഖതബല്ലാഹു അലാ ഖുലൂബിഹിം ഒക്കെ പറയുന്ന അവിടെ, അതുപോലെ തന്നെ ഫീ ഖുലൂബിഹിം മർളും പറയുന്ന അവിടെ. അതിന്റെ മുമ്പായിട്ട് അള്ള പറയാണ്, മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അവര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു വെറുതെ പറയും, പക്ഷെ വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വസിച്ചിട്ടില്ല. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിക്കുക, പരലോകത്തിൽ ശരിക്കും വിശ്വസിക്കുന്നവർക്കുള്ള ഒരു ഗുണം എന്താ? വളരെ പ്രധാനമായ ഒരു ഗുണം ഞാൻ പറയാം. ഒരാളെ പറ്റി ഒരു ആരോപണം പറയാം. ഫോർ എക്സാമ്പിൾ, ഈ കോട്ടക്കലിലെ വളരെ ശ്രദ്ധേയനായ ഒരു ആചാര്യക്കുറിച്ച് അയാൾ വ്യഭിചരിച്ചിട്ടുണ്ട്, അതിന്റെ ക്ലിപ്പിംഗ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഒരാൾ പറയാം. വ്യഭിചരിച്ചിട്ടുണ്ട്, അതിന്റെ ക്ലിപ്പിംഗ് ഞങ്ങളുടെ കയ്യിലുണ്ട് അറിയാം. എന്നിട്ട് അവര് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ അത് പറഞ്ഞ പണ്ഡിതൻ വരികയാണ്. എന്നിട്ട് അയാള് ആചാര്യ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ സ്ഥാപിക്കുന്നു, ആചാര്യ വ്യഭിചാരത്തിലേക്ക് പോയിട്ടുണ്ട്, ആചാര്യ ഇത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ക്ലിപ്പിംഗ് ഉണ്ട്. അപ്പൊ സാധിച്ചൊരാൾ ക്ലിപ്പിംഗ് ഒന്ന് കാണിക്കാമോ ഉസ്താദേ? അപ്പൊ ആ ചെങ്ങായി എണീറ്റിട്ട് കാണിക്കാണ് യൂറോപ്പിലെ ഒരു സായിപ്പ് ഒരു പെണ്ണായിട്ട് ബന്ധപ്പെടുന്ന ക്ലിപ്പിംഗ്. എങ്ങനെ ഉണ്ടാവും? കോട്ടക്കലെ ആചാര്യ വ്യഭിചരിച്ച ക്ലിപ്പിംഗ് ഉണ്ട് കണ്ടോ ഇടുന്നത് ഏതാണ്? അതായത് ഒരു കൂട്ടർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു അറിയാം, എന്നിട്ട് ഗോപി പ്രാർത്ഥിക്കുന്ന ക്ലിപ്പിംഗ് ഇടുക. ഓൻ അന്ത്യദിനത്തിലും അള്ളാഹുലും വിശ്വാസമല്ലാത്തവനാണ്, മൂരാച്ചിയാണ് എന്നർത്ഥം പച്ച മലയാളത്തിൽ പറഞ്ഞ. വായിക്കുക, അതൊരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ട് കഴുത്ത് കെട്ടുക. എറണാകുളത്ത് നിങ്ങോട്ട് പുറപ്പെടുമ്പോ, നുണ പറയാൻ പുറപ്പെടുമ്പോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാ മതം നുണയല്ല, മതം വഞ്ചനയല്ല, മതം വിരോധമല്ല, മതഗ്രന്ഥത്തിന്റെ സന്ദേശം അതല്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഖുർആൻ മരണാനന്തര ജീവിതത്തെ, ഖുർആനിന്റെ അവസാന വാചകം തന്നെ എന്തറിയോ? വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ പേടിക്കണം. പടച്ചവനിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം, പടച്ചവനിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം. അതാണ് ഈ കോട്ടക്കലിലെ ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വെച്ചൊരു ബോർഡ് കണ്ടില്ലേ? 2 കാൽവിരലുകൾ തുണി കൊണ്ട് കെട്ടി ഒരിക്കൽ നാമം ഇതുപോലെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മരണം ജീവിതത്തിന്റെ അന്ത്യമോ എന്ന ചോദ്യത്തോടെ ഇത് ചുരുക്കി പറയാൻ ഒരു വാചകം പറയാം. അല്ല, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലില്ല. നായ്ക്കളെ പോലെ, പന്നിക്കളെ പോലെ, ജന്തുലോകത്തെ പോലെ ചത്തു മണ്ണോട് മണ്ണ് ചേരും നിങ്ങൾ എന്നാണോ 23-ാം അധ്യായം 115-ാമത്തെ വചനം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഹല്ലതാലൽ ഇൻസാൻ ഹീനും മിനദ്ദർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മിശ്രിതമായ ഒരു ഇന്ദ്രിയത്തുള്ളി നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾ ആ റബ്ബിലേക്ക് മടങ്ങി ചെല്ലും എന്ന് ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്. എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് അബൂ സുഫിയാൻ സർട്ടിഫിക്കറ്റ് നൽകിയ, അബൂജഹൽ സർട്ടിഫിക്കറ്റ് നൽകിയ, അറബി ജനത ഒന്നടങ്കം സർട്ടിഫിക്കറ്റ് നൽകിയ വിശ്വാചാര്യൻ പ്രവാചകനാ പറയുന്നത്, അന്നാറു ഹഖ്കുൻ അൽ ജന്നത്തു ഹഖ്കുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതുകൊണ്ട് സ്വർഗവും നരകവും സത്യമാണ് എന്ന് വിശ്വസിച്ച് ആ സ്വർഗത്തിലെത്താനും നരകത്തിൽ നിന്ന് മോചിതമാകാനുമാണ് ഇൻസൈറ്റ് എക്സിബിഷൻ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രസംഗം പങ്കെടുത്ത എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാൾ ഇങ്ങനെ തീരുമാനിക്കുക, നാളെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഒരു മുസ്ലിം സുഹൃത്തിനെ കൊണ്ടുവരും, ഒരാളെ. അപ്പൊ ഈ സദസ്സിന്റെ എണ്ണം എടുത്തിട്ട് ഒരാളെ കൊണ്ടുവന്ന എത്ര പേരായി? ഇനി 2 ആളെ കൊണ്ടുവരും. ഇസ്ലാം ഒന്നുമില്ലാത്തൊരു മുസ്ലിമിനെയും ഞാൻ കൊണ്ടുവരും,
ഇസ്ലാം പഠിക്കാത്തൊരു മുസ്ലിമിനെയും ഞാൻ കൊണ്ടുവരും എന്ന് തീരുമാനിച്ചാൽ ഇവിടെ ഇത് പോരാ. അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യതയാണ്, ഇതെത്തിക്കിട്ടിയ നമ്മുടെ ബാധ്യതയാണ് ഈ കർമ്മം നിർവഹിക്കുക എന്നത്. ഞാനൊരല്പസമയം സംഘാടകർ തന്നതിനേക്കാൾ എടുത്തു, ക്ഷമിക്കണം. നമ്മുടെ വിഷയം അത്ര ഗൗരവപ്പെട്ടതും ജനങ്ങൾ ആഗ്രഹത്തോടുകൂടി നിൽക്കുന്നു എന്നതുകൊണ്ടുമാണ് ഞാനൊരല്പസമയം എടുത്തത്. അധ്യക്ഷപദം ക്ഷമിക്കും എന്ന വിശ്വാസത്തോടെ. സഹോദരങ്ങളെ, സമഗ്രമായൊരു അവതരണം ഇതല്ല എന്നെനിക്ക് നന്നായി ബോധ്യമുണ്ട്. എങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ഏകദൈവത്വം, വിശുദ്ധ ഖുർആനിന്റെ മാനവിക മൂല്യം, വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പറയുന്ന നീതി, വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ജീവിതത്തിൽ മാതാപിതാക്കൾ, ഭാര്യ, ഇങ്ങനെ തുടങ്ങി ഏത് കാര്യത്തിലും ഇസ്ലാമിനൊരു കൃത്യമായ റൂട്ടുണ്ട്. അത് പഠിക്കാൻ ഇതിന്റെ കവാടം കടന്നത് മുഴുവനും നിങ്ങൾ ആത്മാർത്ഥമായി വായിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ഇസ്ലാമാണ് ശരി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. മറ്റൊരു മതവും പടച്ചോന്റെ അടുത്ത് സ്വീകാര്യമായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. എന്റെ വാക്കുകൾ സാഗൂതം കേട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇതിനെല്ലാം അവസരമൊരുക്കി തന്ന പടച്ചവനെ ഏറെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله